മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന വാങ്ങിച്ച ഡ്രസ്സെല്ലാം തന്നെ ബബിതയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ബബിതയുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു തുളുമ്പി. അവൾ ആ കൈകൾ അങ്ങ് ചേർത്ത് പിടിച്ചു. ചേച്ചി, ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനാ ചേച്ചി ഇതൊക്കെ മെനക്കെട്ട് വാങ്ങിച്ചത്? ബബിതയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അലീന അവളെ വാത്സല്യത്തോടെ നോക്കി. പിന്നെ ഞാൻ ആർക്കാടി ഇതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത്? നീ എൻ്റെ സ്വന്തം അനുജത്തിയല്ലേ. ഞാൻ പോകുന്നതിന് മുൻപ് നിനക്ക് രോഹിത്തിനും കൃഷ്ണമോൾക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങളൊക്കെയല്ലേ എനിക്കുള്ളൂ. ആ വാക്കുകൾ ബബിതയുടെ നെഞ്ചിലൊന്ന് കൊണ്ടു. ചേച്ചി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ ഇത് ചേച്ചിക്ക് തന്നെ ആവശ്യങ്ങൾ വരുമ്പോൾ എടുക്കാൻ സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ? ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ? എൻ്റെ ആവശ്യങ്ങൾ അതിപ്പോൾ നിനക്കറിയാലോ. ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സേവ് ചെയ്ത് വെക്കാറേ ഇല്ലല്ലോ. അലീന ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ബബിതക്ക് ആ ചിരി കാണാൻ കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിലെ കുറ്റബോധം ഒരു വിങ്ങലായി തന്നെ പുറത്തു വന്നു. ഞാൻ ചേച്ചി ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാത്രമല്ലേ നമ്മൾ തമ്മിൽ ഈ സ്നേഹമൊക്കെ ആയിട്ടുള്ളൂ. എന്നിട്ടും ചേച്ചി എന്നോട്... അലീന പെട്ടെന്ന് അവളുടെ വാ പൊത്തി. അതൊന്നും നീ ഇപ്പോൾ ഓർത്ത് വിഷമിക്കേണ്ട ബബിതേ. നിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഒരു കാലത്ത് എന്നെ ദ്രോഹിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോൾ നീ എന്നെ നന്നോലെ സ്നേഹിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ എന്നെ സ്നേഹിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. പക്ഷേ യാതൊരുവിധ കളങ്കവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നീയാണെന്ന് എനിക്കറിയാം. ബബിത പെട്ടെന്ന് തന്നെ നിയന്ത്രണം വിട്ടങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. ചേച്ചി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചേച്ചി ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചേച്ചിയൊന്ന് കാണുക? അവളുടെ കണ്ണുനീര് കണ്ടപ്പോൾ അലീനയുടെ ഉള്ളൊന്ന് പിടിഞ്ഞു. അവൾ ദേഷ്യം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു. നീ ഇനി എന്നെ കൂടെ കരയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണോ? ദേ, വെറുതെ ഇരുന്ന് സെൻറ്റി അടിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. സങ്കടമില്ല എന്ന് അലീന പറഞ്ഞുവെങ്കിലും ആ മുഖത്ത് ഭാവം എല്ലാം തന്നെ ബബിത വായിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ സങ്കട ദേഷ്യമായി മാറ്റിയിട്ട് എപ്പോഴും പ്രകടിപ്പിക്കാറാണ്. ബബിതയുടെ ആ പ്രകൃതം അലീനക്ക് കാണാപ്പാടാണ്. അലീന അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് നിനക്കറിയാമോ? അത് നിന്നോടാ. ആ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോവത്തില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും നീ ഉണ്ടാവും. ബബിത വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അല്ല ചേച്ചി, ചേച്ചിക്ക് ഇവിടെ തന്നെ നിന്നൂടെ? എന്തിനാ ഇത്രയും വിഷമിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത്? ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ അങ്ങ് മറന്നു പോവും. വെറുതെ പറയുന്നതാ. എനിക്ക് നിങ്ങളൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുമോടി? ഒരിക്കലും പറ്റില്ല. നിങ്ങളൊക്കെ എൻ്റെ ജീവനല്ലേ? അലീനയുടെ തൊണ്ടയിടറി. കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ താനും പൊട്ടിക്കരയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി നടന്നു. നേരെ പോയത് കൃഷ്ണമോളുടെ മുറിയിലേക്കാണ്. അവൾക്കുള്ള ഗിഫ്റ്റ് കൊടുത്തപ്പോൾ തന്നെ ആ കുഞ്ഞിക്കണ്ണുകളും വിടർന്നിരുന്നു. ഇതെന്തിനാ ചേച്ചി? എനിക്ക് കൃഷ്ണമോള് ചോദിച്ചു. അതെ, ഞാൻ പോവല്ലേ. അപ്പോൾ പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിത്തരണ്ടേ? അധികം വൈകാതെ തന്നെ ഞാൻ പോവും. ഒരു പക്ഷേ കുളത്തൂപ്പുരയിലാക്കും, അല്ലെങ്കിൽ പിന്നെ കഴക്കൂട്ടത്തേക്ക് പോവും. അതുകൊണ്ട് ഞാൻ ഇന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിച്ചതാണ്. കൃഷ്ണമോൾക്ക് ആ സമ്മാനം വേണ്ട എന്നായി. എനിക്കിതൊന്നും വേണ്ട ചേച്ചി. എനിക്ക് ചേച്ചിയുടെ സ്നേഹം മാത്രം മതി. ചേച്ചി ഇവിടെ നിന്നാൽ മതി. ചേച്ചിക്കൊന്ന് പോവാതിരുന്നൂടെ? അലീന നിസ്സഹായതയോട് അവളെ നോക്കി. അതൊന്നും പറ്റില്ല മോളെ. നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ ഇവിടെ വരേണ്ടത്. അവരല്ലേ ഇവിടെ നിൽക്കേണ്ടതും. കൃഷ്ണമോള് പെട്ടെന്ന് തന്നെ അലീനയുടെ വാ പൊത്തി. മിണ്ടരുത്, ആരെങ്കിലും കേട്ടാൽ പ്രശ്നമാവും. എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ചേച്ചി. ചേച്ചി പോകുമെന്നറിയുമ്പോൾ. ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേ വരുമോ? ഞാൻ വരും മോളെ. നിന്നെയൊക്കെ കാണാൻ തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരില്ലേ? അഥവാ വന്നില്ലെങ്കിലും നിങ്ങളൊക്കെ വന്ന് എന്നെ അവിടെ വന്ന് കണ്ടൂടെ? അതിന് അവിടെയുള്ളവർ സമ്മതിച്ചാലല്ലേ വരാൻ പറ്റുള്ളൂ. കൃഷ്ണമോള് സങ്കടത്തോടെ പറഞ്ഞു. സമ്മതിക്കാതിരിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ അലീന രോഹിത്തിൻ്റെ അടുത്തേക്ക് പോയി രോഹിത്തിനും ഗിഫ്റ്റൊക്കെ നൽകി. അവനും ആകെ തളർന്നിരിക്കുകയായിരുന്നു. അലീന പോകരുത് എന്നൊക്കെ അവൻ ശാഠ്യം പിടിച്ചു. അതൊന്നും പറ്റില്ല എന്ന് രോഹിത്ത്. അലീന ശാന്തമായി പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ മാഡം ഇങ്ങോട്ടേക്ക് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും പോകുന്നത്. നിനക്ക് നിന്റെ അമ്മയെ വേണ്ടേ? അച്ഛനും അമ്മയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം? രോഹിത്തിനപ്പം മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹമുണ്ടെങ്കിലും അലീന പോകുന്നതിലെ സങ്കടം അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതേ സമയം ദൂരെ മറ്റൊരിടത്ത് ഒരു വീടിന്റെ വരാന്തയിൽ മഴയുടെ ഇരുമ്പലും മറ്റു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നതായിരുന്നു. സ്റ്റാൻലി തൻ്റെ കയ്യിലിരുന്ന പഴയ ഫോട്ടോകളും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ അവതക്കുട്ടിക്ക് നേരെ നീട്ടി. അവതക്കുട്ടി ചാൻ കണ്ണെടുത്ത് തുടച്ചുകൊണ്ടതിനെ ഫോട്ടോ ഒക്കെ നോക്കി. പെട്ടെന്ന് തന്നെ അയാളുടെ കൈകളങ്ങ് വിറച്ചു. ഹൃദയമിടിപ്പ് നിന്നു പോകുന്നത് പോലെ തോന്നിയ അയാൾക്ക് വർഷങ്ങൾക്ക് മുൻപ് മണ്ണോട് ചേർന്ന തൻ്റെ സ്വന്തം ഭാര്യ വീണ്ടും ജീവനോട് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ. അതേ മുഖം, അതേ ചിരി, അതേ കണ്ണുകൾ. കണ്ടില്ലേ അപ്പച്ച? സ്റ്റാൻലിയുടെ ശബ്ദം ഗാംഭീര്യം നിറഞ്ഞിരുന്നു. ഇതെന്റെ മോളാണ്. എനിക്കിനി മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. അവതക്കുട്ടി ചായന് അക്ഷരം തൊണ്ടയിലങ്ങ് കുരുങ്ങി. എന്തു പറയണമെന്നറിയാതെ അയാളങ്ങ് തിരിച്ചു പോവാണ്. ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തന്നെയാ അപ്പച്ച തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റാൻലി ഉറപ്പിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എതിർത്താലും ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും. കുളത്തുപുഴയ്ക്ക് അവൾ ഇനി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം.
ആ വലിയ പട്ടാളക്കാരൻ ഒന്നിനെയും കൂസാതെ പ്രകൃതം. അങ്ങനെയുള്ള സ്റ്റാൻലിയുടെ കണ്ണുകളും ആ സമയത്ത് നിറഞ്ഞിരുന്നു. രണ്ടാമതൊരു വിവാഹം കഴിച്ചില്ലെങ്കിലും അതിന് 3 കുട്ടികളാണ് അയാൾക്കുള്ളത്. ആ ഒരു പെൺകുട്ടിയില്ല എന്ന സങ്കടം ഇപ്പോഴും ഉണ്ടായിരുന്നു. അലീനയെ കണ്ടതു മുതൽ ആ മനസ്സിൽ വല്ലാത്തൊരു പിടപ്പാണ്. സ്വന്തം ചോര എന്ന സത്യം തിരിച്ചറിഞ്ഞ ആ നിമിഷം അച്ഛൻ്റെ ഉള്ളിലെ സ്നേഹം പൊട്ടി ഒഴുകിയായിരുന്നു. അവധ കുട്ടിച്ചായനെ എതിർക്കാൻ കഴിഞ്ഞില്ല. അയാൾ എല്ലാം മൂളിക്കേട്ടു. ഉടൻ തന്നെ സ്റ്റാൻലി ബാലചന്ദ്രനെ വിളിച്ചു. ബാലേന്ദ്ര, എനിക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അധികം വൈകാതെ തന്നെ ഞാൻ വന്ന് അവളെ കൊണ്ടുപോകും. ഫോൺ വെച്ചപ്പോൾ ബാലചന്ദ്രന്റെ നെഞ്ചിലൊരു കല്ല് കയറ്റി വെച്ചതുപോലെ തോന്നി. ഇത്രയും കാലം സ്വന്തം മകളെ പോലെ വളർത്തിയവരാണ്. അവൾ ഇനി അവളുടെ യഥാർത്ഥ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സത്യങ്ങളൊന്നും തന്നെ അവൾക്കറിയില്ല. ബാലചന്ദ്രൻ നേരെ അലീൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ കുളത്തുപുഴയിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ അവർക്ക് താല്പര്യമാണത്രേ. അലീനയുടെ മുഖത്തൊരു ആശ്വാസം പടർന്നു. അപ്പോൾ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ അച്ഛാ. ഞാൻ കഴക്കൂട്ടത്തേക്ക് പോവേണ്ട കാര്യമില്ലല്ലോ. വേണ്ട മോളെ, നീ കുളത്തുപുഴയിലേക്ക് തന്നെ പോയാൽ മതി. പിന്നെ അവിടെ ചെന്നിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നീ അപ്പം തന്നെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നോളാം. അവിടെ നിൽക്കാൻ എന്ത് ബുദ്ധിമുട്ടാണച്ചാ? അതൊന്നും സാരമില്ല. അലീന ചിരിച്ചു. പിന്നെ അച്ഛാ, എനിക്ക് കൊല്ലപ്പള്ളി വീട് വരെ ഒന്ന് പോകണം. ബാലചന്ദ്രൻ സംശയത്തോട് നോക്കി. അതെന്തിനാ മോളെ നീ അങ്ങോട്ട് പോകുന്നത്? അവിടെ പോയി എല്ലാവരോടും ഒന്ന് യാത്ര ചോദിക്കേണ്ടേ അച്ഛാ? ഞാൻ പോകുന്നതിന് മുൻപ് അവരെയൊക്കെ ഒന്ന് കാണണ്ടേ? ബാലചന്ദ്രന് വല്ലാത്ത സങ്കടം തോന്നി. സ്വന്തം അമ്മയോട് യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് അവൾ പോകുന്നത്. പക്ഷേ അവൾക്കറിയില്ലല്ലോ ആ രഹസ്യം ഉള്ളിലൊതുക്കി അയാൾ അവൾക്ക് പോവാൻ വേണ്ടിയിട്ട് സമ്മതം മൂളി. കൊല്ലപ്പള്ളി തറവാടിന്റെ മുറ്റത്തേക്ക് അലീന കയറി ചെല്ലുമ്പോൾ അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു. മുറ്റത്തെ ആ ഒരു ചിലരിൽ കാലച്ച് കേട്ടപ്പോൾ വരാന്തയിൽ നിന്ന മനു പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. അലീനയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നുവെങ്കിലും അവനത് മറച്ചു പിടിച്ചു. അവർ പരസ്പരം നോക്കി കുറച്ചു നേരം നിശബ്ദമായി നിന്നു. ഒടുവിൽ അലീനയാണ് ആ മൗനം ഭേദിച്ചത്. മനുവേട്ട, ഞാൻ അധികം വൈകാതെ തന്നെ കുളത്തുപുഴയിലേക്ക് പോവും. ആ വാക്കുകൾ മനുവിന്റെ നെഞ്ചിലൊരു അമ്പ് പോലെയാ പതിച്ചത്. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. കണ്ണുകളിലെ വേദന പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അവൻ ചോദിച്ചു. പോണം മനുവേട്ട, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആ വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാഡം അങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള കാര്യം മനുവേട്ടനെ അറിയാലോ. ചില സമയത്ത് എനിക്ക് തോന്നും ആൻറ്റിയോട് എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന്. നീ എന്തിനാ ലീല ഇങ്ങനെ ഒരു ത്യാഗം സഹിക്കുന്നത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? മനുവിൻ്റെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും കലർന്നിരുന്നു. വേണം മനുവേട്ട, ഞാൻ കാരണം ഒരു കാരണവശാലും ആ കുടുംബം ഒരിക്കലും തകരാൻ പാടില്ല. തകരാനായിട്ട് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാലും അങ്കിൾ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അലീനെ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മനുവേട്ട. ഇനിയിപ്പോൾ ഞാൻ അതൊന്നും നോക്കുന്നില്ല. മാഡം അവിടെ വന്നാണ് നിൽക്കേണ്ടത്. ഒരു പക്ഷേ ഞാൻ അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ അച്ഛൻ അയക്കും. അത് കൂടുതൽ പ്രശ്നമാവാനേ ഉപകരിക്കുള്ളൂ. അതൊരു കാരണവശാലും നടത്താൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് യാത്ര പറയണം. ആദ്യം ഞാൻ മാഡത്തോട് പോയി യാത്ര പറഞ്ഞിട്ട് വരട്ടെ. മനു അവളെ തീക്ഷ്ണമായിട്ടൊന്നും കൂടി നോക്കി. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വന്നതാണല്ലേ? അത് ശരി. അതേ മനുവേട്ട, എനിക്ക് യാത്ര പറയണം. അപ്പോൾ നീ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്, എന്നോടോ? മനുവിൻ്റെ ചോദ്യം അലീനയെ പിടിച്ചുലച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ചുണ്ടുകൾ വിറച്ചു. അപ്പോൾ നീ എന്നോട് യാത്ര പറയുകയാണല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അതേ മനുവേട്ട, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവളുടെ തൊണ്ടയിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് മനു തിരിഞ്ഞു നടന്നു അവളുടെ മുറിയിലേക്ക്. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാനാവാതെ തന്നെ മനു അവിടെ നിന്ന് തിരിഞ്ഞുപോയി. അലീന അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവളുടെ ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു അവൾക്ക്. അവനോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാക്കുകളൊന്നും കിട്ടിയില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ അലീന വൈജയന്തിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. വാതിൽ ചെന്ന് നിന്നപ്പോൾ വൈജയന്തിയുടെ നോട്ടം അവളെ മേൽ പതിച്ചു. വെറുപ്പും പുച്ഛവും കലർന്ന ആ ഒരു നോട്ടം. ഇവളിതെന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് എന്നുള്ള ആ ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. അലീന ശാന്തമായി പറഞ്ഞു. ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാ മാഡം. വൈജയന്തിയുടെ മുഖം വക്രിച്ചു. യാത്ര പറയാൻ വേണ്ടി വന്നതാണോ? അതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ലായിരുന്നു. നീ ആ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങിപ്പോയാൽ മാത്രം മതിയായിരുന്നു എനിക്ക്. അലീനയ്ക്ക് യാതൊരുവിധ ഭാവമാറ്റവും ഉണ്ടായില്ല. എന്താണെങ്കിലും ഞാൻ അധികം വൈകാതെ തന്നെ പോവും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടെ നിന്ന് പോവും മാഡം. അത് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. അതെന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല, വൈജയന്തി ചീറി പറഞ്ഞല്ലോ. നീ എന്ന ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. അല്ലെങ്കിലും നീ വന്നതിന് ശേഷം ആ കുടുംബത്തിൽ ഒരു സന്തോഷമോ സമാധാനമോ എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ മക്കളെ നീ എന്നിൽ നിന്നും തട്ടിയെടുത്തു. എൻ്റെ ഭർത്താവിനെ നീ മയക്കി വെച്ചിരിക്കുവാണ് മാഡം. അതൊക്കെ മാഡത്തിൻ്റെ വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് അലീന പറഞ്ഞു തുടങ്ങി. കൂടുതൽ നീ മിണ്ടരുത്. വൈജയന്തി അലറി. നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരുന്നത്. നീ ഒരു പിശാചാണ്, മറ്റുള്ളവരുടെ രക്തം ഊറ്റിയെടുക്കുന്ന പിശാച്. വൈജയന്തിയുടെ വാക്കുകൾ ചാട്ടുള്ളി പോലെ അലീനയുടെ നെഞ്ചിൽ തറച്ചു. എങ്കിലും അവൾ സംയമനം പാലിച്ചു. അതെ മാഡം, ഇനി എന്നെ ഇങ്ങനെ ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞല്ലോ.
എടി നീ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എവിടെയോ കിടന്ന് ആർക്കോ പിഴച്ചിണ്ടായ സന്തതിയിലെ നീ വൈജയന്തിയുടെ നാവിൽ നിന്നും വിഷം വിമച്ചു. ആ വാക്ക് അലീനയുടെ ഹൃദയത്തെ അങ്ങ് കീറി മുറിച്ചു. അവളുടെ കണ്ണുകൾ ചുവന്നു. സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്ന് ആ ഒരു നിമിഷം അവൾ അങ്ങ് പറഞ്ഞുപോയി, മാഡം. അതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ മാഡം സ്വയം ഒന്ന് തിരിഞ്ഞു നോക്ക്, അത് നല്ലതായിരിക്കും. വൈജയന്തി പെട്ടെന്നങ്ങ് ഞെട്ടിത്തെരിച്ചു. ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വർഷങ്ങൾക്ക് മുൻപ് താൻ രഹസ്യമായി മനസ്സിലൊതുക്കി വെച്ചിരിക്കുന്ന ആ സത്യമെങ്ങാനും ഇവൾക്കറിയാമോ? ആ ഭയം വൈജയന്തിയുടെ മുഖത്ത് മിന്നി മറിഞ്ഞു. അത് അലീന കണ്ടു. കുറെ വർഷങ്ങൾക്ക് മുൻപ് ആരും അറിയാതെ കൊണ്ടു നടന്ന ആ രഹസ്യം മാഡത്തിന് മറക്കാൻ പറ്റുന്നതാണോ? അലീന ചോദിച്ചു. മാഡത്തിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ലേ? വൈജയന്തി ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു പോയി. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അലീന വീണ്ടും പറഞ്ഞു, ഞാൻ ആ വീട്ടിലേക്ക് വരുന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ മാഡത്തെ ഒരു അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ മാഡത്തെ കാണുന്നത്. ഇപ്പൊ ഈ പോകുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇനി ഉണ്ടാവാനും പോകുന്നില്ല. എപ്പോഴാണെങ്കിലും മാഡം എൻ്റെ അമ്മ തന്നെയായിരിക്കും. മാഡത്തിന് എന്നെ ഒരു മോളായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മാഡം എൻ്റെ അമ്മ തന്നെയാ. അമ്മ അമ്മ ആരുടെ അമ്മ? മിണ്ടിപ്പോകരുത് നീ. വൈജയന്തി ശബ്ദമുയർത്താൻ ശ്രമിച്ചുവെങ്കിലും അതിൽ പഴയൊരു ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ആയിക്കോട്ടെ, അലീന ശാന്തമായി പറഞ്ഞു. മാഡം എന്തൊക്കെ തന്നെ ഇനി എന്നെ പറഞ്ഞു നോവിച്ചാലും എൻ്റെ മനസ്സിൽ ആ സ്ഥാനം അങ്ങനെ തന്നെയായിരിക്കും. ഒരമ്മയുടെ സ്ഥാനം. മാഡത്തിനൊരു പക്ഷേ മാഡത്തിന് എൻ്റെ പ്രായത്തിൽ ഒരു മോളുണ്ടായിരുന്നെങ്കിലോ? അതൊന്ന് ചിന്തിച്ചു നോക്ക്. വൈജയന്തിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നിലങ്ങ് കടന്നുപോയി. അവളുടെ കണ്ണുകൾ അറിയാതെ വികസിച്ചു. വല്ലാത്തൊരവസ്ഥയിൽ അവൾ അലീനയെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി. അലീനയുടെ ശബ്ദം മൃദുവായി. ദേ മാഡം, തെറ്റുകളും കുറ്റങ്ങളൊന്നും പറ്റാതായിട്ട് ഈ ലോകത്ത് ആരും തന്നെയില്ല. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. ഞാൻ പോവുക. പിന്നെ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് മാഡത്തിന് തോന്നുവാങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എനിക്ക് കാണാൻ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്നാലും വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. നിന്നെ കാണണമെന്നോ? എനിക്ക് നിന്നെ ഒരിക്കലും കാണണ്ടടി. എൻ്റെ കൺമുന്നിൽ നീ ഇനി വന്നു പോകരുത്. നീ ഇവിടെ നിന്നും പോയി തന്നാൽ മാത്രം മതി. വൈജയന്തി വീണ്ടും വെറുപ്പ് പ്രകടിപ്പിച്ചു. അലീന സങ്കടത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. അതിപ്പോ മാഡത്തിന് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ മാഡത്തിന് തോന്നും എന്നെ ഒന്ന് കാണണമെന്ന്. അവളുടെ കവിളിലൂടെ കണ്ണുനീരൊഴുകി ഇറങ്ങി വന്നു. കൂടുതൽ നിൽക്കാനാവാതെ അവൾ തിരിഞ്ഞു നടന്നു. അലീന നടന്നു പോകുന്നത് നോക്കി വൈജയന്തി അവിടെ തന്നെ നിൽക്കാണ്. ഇവൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? അവൾക്ക് എന്തെങ്കിലും അറിയാമോ? വൈജയന്തിയുടെ മനസ്സിൽ തീപ്പൊരികൾ പാറുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനമായി അലീന പോയത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. സൗദാമിനി മുത്തശ്ശി മുറിയിൽ ഇങ്ങനെ എത്തുമ്പോൾ മുത്തശ്ശി ജപമാല ധരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അലീനയെ കണ്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ മുത്തശ്ശിയാണ്. തന്റെ സ്വന്തം മകളുടെ മകളാണ് കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് മുത്തശ്ശിക്കറിയാം. അലീന ഓടിച്ചെന്ന് മുത്തശ്ശി അങ്ങ് കെട്ടിപ്പിടിച്ചു. ആ നെഞ്ചിൽ കിടന്ന് അവൾ തേങ്ങിക്കരഞ്ഞു. മുത്തശ്ശി അവളെ ഇറുക്കേകൾ പുണർന്നു. അവളുടെ കവളിലൂടെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി. മോൾ എന്നോട് പൊറുക്കണം കുട്ടി. ഞാൻ ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മുത്തശ്ശിയോട് നീ ക്ഷമിക്കണം മോളെ. മുത്തശ്ശി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അലീന മുത്തശ്ശിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശി എന്തിനായി കരയുന്നത്? എനിക്ക് യാതൊരുവിധ പരാതിയുമില്ലല്ലോ. മുത്തശ്ശി, ഞാൻ പോവുകയാണ്. മുത്തശ്ശിയുടെ നെഞ്ചിലെ ചൂടിൽ നിന്നും അടർന്നു മാടുമ്പോൾ അലീനയുടെ മനസ്സ് ശൂന്യമായിരുന്നു. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.